ആമുഖം. പിതാവേ, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യജ്ഞാനത്തിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് രക്ഷ പ്രാപിക്കുവാനായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴെ നൽകപ്പെട്ടിട്ടില്ല. 1. മനുഷ്യജീവിതം. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ പാകപ്പാക്കാകുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ കാരണത്താൽ എല്ലാ സ്ഥലങ്ങളിലും കാലങ്ങളിലും ദൈവം മനുഷ്യന് സമീപസ്ഥനായി വർത്തിക്കുന്നു. സർവശക്തി ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. പാപം മൂലം ചിന്നിച്ചിതറിപ്പോയ മനുഷ്യരെല്ലാവരെയും സഭയാകുന്ന തൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ചുകൂട്ടുന്നു. ഈ പദ്ധതി നിറവേറ്റാനായി കാലത്തിൻ്റെ തികവിൽ ദൈവം സ്വപുത്രനെ പുനരുദ്ധാരകനും രക്ഷകനുമായി ലോകത്തിലേക്ക് അയച്ചു. അവന്റെ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ദത്തുപുത്രരും അങ്ങനെ അവിടുത്തെ സൗഭാഗ്യ ജീവിതത്തിന്റെ അവകാശികളുമായി തീരാൻ വേണ്ടി മനുഷ്യരെ ദൈവം ക്ഷണിക്കുന്നു. ഈ ദൈവിക ആഹ്വാനം ലോകത്തിലെങ്ങും മുഴങ്ങിക്കേൾക്കാനായി താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരെ ക്രിസ്തു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ചു. സുവിശേഷ പ്രഘോഷണത്തിന് അധികാരപ്പെടുത്തിക്കൊണ്ടാണ് അവരെ അവിടുന്ന് അയച്ചത്. നിങ്ങൾ പോയി സർവ്വജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ദൗത്യത്താൽ ശക്തി പ്രാപിച്ച് ശിഷ്യന്മാർ പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളോടൊത്തുള്ള അടയാളങ്ങളിലൂടെ അവരുടെ സന്ദേശത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സഹായത്താൽ ക്രിസ്തുവിന്റെ ആഹ്വാനം ശ്രവിച്ച് സ്വമനസ്സ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചവർ ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ഉത്തേജിതരായി. അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിച്ച ഈ നിക്ഷേപം അവരുടെ പിൻഗാമികൾ വിശ്വസ്തതാപൂർവം പരിരക്ഷിച്ചു. തലമുറകളിലേക്ക് ഈ വിശ്വാസ നിക്ഷേപം പകർന്നു കൊടുക്കുവാൻ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ടും സാഹോദര്യത്തിന്റെ പങ്കുവെക്കലിലൂടെ അത് ജീവിച്ചുകൊണ്ടും ആരാധനാക്രമത്തിലും പ്രാർത്ഥനയിലും അത് ആഘോഷിച്ചുകൊണ്ടുമാണ് ഈ പകർന്നുകൊടുക്കൽ നിർവഹിക്കേണ്ടത്. 2. വിശ്വാസ കൈമാറ്റം, മതബോധനം. വളരെ കാലം മുൻപേ തന്നെ മതബോധനം എന്ന പദം പ്രത്യേക അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിരുന്നു. ശിഷ്യന്മാരാക്കുക, വിശ്വസിക്കുന്നതിലൂടെ യേശുവിന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് അവനാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുവാൻ മനുഷ്യരെ സഹായിക്കുക, ക്രിസ്തുവിലുള്ള ജീവിതത്തിൽ അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടുത്തെ ശരീരം പണിതുയർത്തുക. സഭയുടെ ഈ വിധ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് മതബോധനം. കുട്ടികളുടെയും യുവജനങ്ങളുടെയും മുതിർന്നവരുടെയും വിശ്വാസത്തിലുള്ള പരിശീലനമാണ് മതബോധനം. ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ശ്രോതാക്കളെ നയിക്കുകയെന്ന ലക്ഷ്യത്തോടെ സജീവമായും ക്രമീകൃതമായും ക്രൈസ്തവ പ്രബോധനങ്ങൾ പഠിപ്പിക്കുകയാണ് മതബോധനത്തിന്റെ മുഖ്യധർമ്മം. സഭയുടെ അജപാലന ദൗത്യത്തിന്റെ മതബോധന സ്വഭാവമുള്ള ചില ഘടകങ്ങളിൽ മേലാണ് മതബോധനം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഘടകങ്ങൾ തന്നെയാണ് മതബോധനം എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പ്രസ്തുത ഘടകങ്ങൾ മതബോധനത്തിന് വഴിയൊരുക്കുകയോ അല്ലെങ്കിൽ അവ മതബോധനത്തിൽ നിന്ന് ഉരുത്തിരിയുകയോ ചെയ്യുന്നു. അവ താഴെ പറയുന്നവയാണ്: സുവിശേഷത്തിന്റെ പ്രാരംഭ പ്രഘോഷണം അല്ലെങ്കിൽ വിശ്വാസോത്തേജനത്തിനുള്ള പ്രേക്ഷിത പ്രവർത്തനം, വിശ്വാസത്തിനാധാരമായ വസ്തുതകളുടെ പരിശോധന, ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം, കൂദാശകളുടെ ആഘോഷം, സഭാ സമൂഹത്തിലേക്കുള്ള ഉദ്ഗ്രഥനം, അപ്പസ്തോലികവും പ്രേക്ഷിതപരവുമായ സാക്ഷ്യം. സഭയുടെ മുഴുവൻ ജീവിതവുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മതബോധനം.
സഭയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും സംഖ്യാപരമായ വർധനവും മാത്രമല്ല, അതിലുപരിയായി അവളുടെ ആന്തരിക വളർച്ചയും ദൈവിക പദ്ധതിയോടുള്ള സഹകരണവുമെല്ലാം അടിസ്ഥാനപരമായി മതബോധനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സഭാ നവീകരണത്തിന്റെ കാലഘട്ടങ്ങൾ തീഷ്ണതയേറിയ മതബോധനത്തിന്റെ സന്ദർഭങ്ങളാണ്. സഭാപിതാക്കന്മാരുടെ മഹത്തായ കാലഘട്ടത്തിൽ പുണ്യ ശ്ലോകന്മാരായ മെത്രാന്മാർ അവരുടെ അജപാലന ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗം മതബോധനത്തിനായി നീക്കിവെച്ചു. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, വിശുദ്ധ യോഹന്നാൻ ക്രിസ്തോസ്തോം, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്തിനോസ് എന്നിവരും മറ്റനേകം പിതാക്കന്മാരും മതബോധന ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇന്നും അവ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നു. മതബോധനം എന്ന പ്രേക്ഷിത വൃത്തി സുനഹദോസുകളിൽ നിന്ന് എന്നും നവശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ത്രന്തോസ് സുനഹദോസ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിന്റെ അനുശാസനങ്ങളിലും പ്രമാണരേഖകളിലും മതബോധനത്തിന് സുപ്രധാന സ്ഥാനം നൽകിയിട്ടുണ്ട്. തെന്ത്രോസ് സുനഹദോസിന്റെ ഈ മതബോധനമാണ് പിന്നീട് റോമൻ മതബോധന ഗ്രന്ഥത്തിന് ആധാരമായി വർത്തിച്ചത്. റോമൻ മതബോധന ഗ്രന്ഥം ത്രന്തോസ് സുനഹദോസിന്റെ മതബോധന ഗ്രന്ഥമെന്നും വിളിക്കപ്പെടാറുണ്ട്. ക്രൈസ്തവ പ്രബോധനങ്ങളുടെ ഒന്നാം തരം സംഗ്രഹമാണ് പ്രസ്തുത മതബോധന ഗ്രന്ഥം. ത്രന്തോസ് സുന്നഹദോസ് സഭയുടെ മതബോധനത്തിന് സ്തുത്യർഹമായ ഒരു ആസൂത്രിത രൂപം നൽകുന്നതിന് ആരംഭം കുറിച്ചു. വിശുദ്ധ പീറ്റർ കനേഷ്യസ്, വിശുദ്ധ ചാൾസ് ബൊറോമയോ, വിശുദ്ധ തുരീബിയൂസ്, വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ മുതലായ പുണ്യ ശ്ലോകന്മാരായ മെത്രാന്മാരുടെയും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും പ്രവർത്തനങ്ങൾ അനവധി മതബോധന ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് കാരണമായി. രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിനോടനുബന്ധിച്ച് സഭയിൽ മതബോധനം വീണ്ടും ശ്രദ്ധാർഹമായി തീർന്നതിൽ വിസ്മയിക്കാനില്ല. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ മതബോധനമെന്നാണ് പൗലോസ് ആറാമൻ മാർപ്പാപ്പ ഈ സുന്നഹദോസിനെ വിശേഷിപ്പിച്ചത്. പൊതുമതബോധന ഡയറക്ടറി 1971, സുവിശേഷവൽക്കരണത്തിനായും 1974, മതബോധനത്തിനായും 1977 സമ്മേളിച്ച മെത്രാന്മാരുടെ സിനഡുകളുടെ ചർച്ചകൾ, സുവിശേഷ പ്രഘോഷണം, മതബോധനം ഇന്ന് എന്നീ അപ്പസ്തോലിക പ്രബോധനങ്ങൾ ഇവയെല്ലാം രണ്ടാം വത്തിക്കാൻ സുനഹദോസ് മതബോധനത്തിന് നൽകിയ പ്രാധാന്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. 1985 റോമിൽ സമ്മേളിച്ച മെത്രാന്മാരുടെ അസാധാരണ സിനഡ് ഇങ്ങനെ ആവശ്യപ്പെട്ടു: വിശ്വാസത്തെയും ധാർമ്മിക നിയമങ്ങളെയും സംബന്ധിക്കുന്ന എല്ലാ കത്തോലിക്ക പ്രബോധനങ്ങളുടെയും ഒരു സംഗ്രഹ ഗ്രന്ഥമോ ഒരു മതബോധന ഗ്രന്ഥമോ വിരചിതമാകണം. സാർവത്രിക സഭയുടെയും പ്രാദേശിക സഭകളുടെയും ഒരു യഥാർത്ഥ ആവശ്യത്തോടുള്ള പൂർണ്ണമായ പ്രതികരണമായി കണ്ടുകൊണ്ട് യോഹന്നാൻ പൗലോസ് രണ്ടാമൻ മാർപ്പാപ്പ സിനഡിന്റെ അഭിലാഷം തന്റേതു തന്നെയാക്കി തീർത്തു. സിനഡ് പിതാക്കന്മാരുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം മാർപ്പാപ്പ ചെയ്തു.